പുറത്തുവന്നു. ലൈംഗിക പീഡന ആരോപണം നേരിട്ട മുൻ ഡിവൈഎഫ്ഐ നേതാവ് സുജിത് കൊടക്കാടന് ജോലിയിലും വിലക്ക്. അധ്യാപകനായ സുജിത്തിനോട് ദീർഘകാല അവധിയിൽ പോകാൻ മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ മാനേജ്മെന്റാണ് സുജിത്തിന് വിലക്കേർപ്പെടുത്തിയത്. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം? അനുജ, ഉദിനൂർ AUP സെൻട്രൽ സ്കൂളാണ് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയത്. മാനേജ്മെൻറ്റാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത്. രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ആശങ്ക കണക്കിലെടുത്താണ് തീരുമാനമെന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. സുജിത് കൊടക്കാടനോട് ദീർഘകാല അവധിയിൽ പോകാൻ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ, അതായത് സ്ത്രീകൾ ഉയർത്തിയ ലൈംഗികാരോപണ വിഷയത്തിൽ വിശദീകരണം തേടാനും മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് പറയുന്നത് ഇത് പ്രാഥമികമായ നടപടിക്രമം മാത്രമാണ്. ഇനി ഈ ഗുരുതരമായ കുറ്റകൃത്യം സുജിത് കൊടക്കാടൻ ചെയ്തു എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് വലിയ ശിക്ഷാ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന്, ഒരുപക്ഷെ ജോലിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് മാനേജ്മെൻറ്റ് അറിയിക്കുന്നുണ്ട്. സുജിത് കൊടക്കാടിനെതിരെ വ്യാപകമായ പരാതി, ലൈംഗിക പീഡന പരാതി ഉയർന്നു വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15ഓളം സ്ത്രീകൾ ഇങ്ങനെ സുജിത് കൊടക്കാടിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. സുജിത് കൊടക്കാടൻ പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും അവരുടെ വീഡിയോ ദൃശ്യങ്ങൾ അത് മൊബൈലിൽ പകർത്തുകയും പിന്നീട് ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വന്നിരുന്നത്. അതിൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ആ കാര്യത്തിലൊക്കെ തന്നെ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി മാനേജ്മെൻറ്റ് ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. ദീർഘകാലാവധിയിൽ പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അനുജ.